Yes, good evening. Good evening, sir. Yes, Good evening, sir. Anu, Anju. ആരംഭിക്കാം. Yes, sir. Okay. നമ്മള് കണ്ടീഷണൽ സെന്റൻസിനെ കുറിച്ചാണ് പറഞ്ഞ് ലാസ്റ്റ് നമ്മൾ അവസാനിപ്പിച്ചത്. അപ്പൊ ഒരു ക്യാപ്ഷൻ പോലെ 3 വാചകം ഞാൻ പറഞ്ഞിരുന്നു. കാണാതെ എപ്പോഴും ഓർമ്മിക്കണമെന്ന് പറഞ്ഞൊരു 3 വാചകം. ആൽഫ ഓർമ്മയിട്ടില്ല അല്ലേ? Yes, sir. എന്ന് പറഞ്ഞേ. If you work hard, If you work hard, you will pass the exam. If you worked hard, you would pass. Yes. If you had worked, you would have passed. Okay. If you work hard, you will pass. If you worked hard, you would pass. If you had worked, you would have passed. Okay. ഇതൊരു ക്യാപ്സൂൾ പോലെ ഓർത്തിരിക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ. അത് എല്ലാവരുടെയും പ്രതീകമായിട്ടാണ് ഞാൻ ആൽഫയോട് ചോദിച്ചത്. ആൽഫ പറഞ്ഞ സ്ഥിതിക്ക് എല്ലാവരും അത് ഓർത്തിരിക്കുന്നു എന്ന് ഞാൻ എന്നോട് ഉറപ്പിച്ചു. യെസ്. അപ്പൊ ഇന്ന് നമ്മളൊക്കെ നോക്കുന്നത് ക്വസ്റ്റ്യൻ ടാഗ് അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. അത് അറിയാവുന്നതായിരിക്കും. വളരെ സിമ്പിൾ ആണ് ക്വസ്റ്റ്യൻ ടാഗ്. നമുക്ക് നോക്കാം. യെസ്. അപ്പൊ അങ്ങനെ നമ്മളത് നോക്കി വരുന്നതിന് മുമ്പ് ഞാൻ 1-2 കാര്യങ്ങൾ ചോദിക്കട്ടെ. ഞാൻ ഒരിക്കല് നിങ്ങളോട് ഓണത്തെ കുറിച്ച് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. ഓണത്തെ കുറിച്ച് ചോദിച്ചത് കൂടാതെ പിന്നെ ഇതിനെ കുറിച്ച് ചോദിച്ചിരുന്നു. ഏതെങ്കിലും ഒരു പ്രത്യേക ഒരു അക്ഷരം തന്നിട്ട് ആ അക്ഷരത്തിൽ ആരംഭിക്കുന്ന ഉത്തരം വരുന്ന ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. അത് ഏത് അക്ഷരമാണ് ചോദിച്ചത്? ബി തോന്നുന്നു. ബി ചോദിച്ചിരുന്നു അല്ലേ? ഓക്കെ. ബി ചോദിച്ചിരുന്നു. ഇനി ബി അല്ലാണ്ട് വേറെ ഒന്നും ചോദിച്ചിട്ടില്ലല്ലോ? ഇല്ല സാർ. ബി അല്ലാണ്ട് ചോദിച്ചിട്ടില്ല. ഓക്കെ. യെസ്. അപ്പൊ ഞാൻ ഇന്ന് വേറൊരു ചോദ്യം ചോദിക്കുകയാണ്. അതുകൊണ്ട് വേറെ ഒന്നും ചോദിച്ചിട്ടില്ല അല്ലേ? ഉറപ്പല്ലേ? ചോദിച്ചിട്ടില്ല. പിന്നെ ഒരാളോട് ഒരു 5 സെന്റൻസ് വെച്ച് പറയാൻ പറഞ്ഞിട്ട് ഞാനൊരു കാര്യം ചോദിച്ചായിരുന്നു. ഇല്ല അല്ലേ? 5 സെന്റൻസ് ഇല്ല, ഒരു സെന്റൻസ് വെച്ചിട്ട് നമ്പർ 14 അത് പറഞ്ഞിരുന്നു അല്ലേ? ഓക്കെ. അപ്പൊ ഇന്ന് നമുക്ക് എല്ലാവരും ഉണ്ടല്ലോ അല്ലേ? 10 പേരെ 2 പേര് ഇപ്പോഴും കാണാനില്ല. യെസ്. ഞാൻ 2 പേര് വരട്ടെ എന്ന് ചോദിച്ചിട്ടാണ് ഞാനൊന്ന് ലാഗ് ചെയ്യുന്നത്. യെസ് ഉണ്ട്.
ഉണ്ട്. 12 പേരെങ്കിലും ഉണ്ടാവാറ്. ഏ 12 പേരുണ്ടാവാറില്ല അങ്ങനെ. 10 പേരുള്ളോ? ഓക്കെ ഓക്കെ, നസീമ വരും. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ഇന്ന് നമുക്ക് ക്വസ്റ്റ്യൻ ടാഗ് ആണ്, അത് വേഗം തീരും അത്. അപ്പൊ അതുകൊണ്ട് ഞാൻ അതിനു മുമ്പ് ഒരു ചെറിയൊരു ആക്ടിവിറ്റി പറയാം. യെസ്, അപ്പൊ അത് നമുക്ക് ചെയ്തിട്ട് നമുക്ക് ഇങ്ങോട്ട് വരാം. ക്വസ്റ്റ്യൻ ടാഗ് നമ്മൾ എടുത്ത് വരുമ്പോഴേക്കും ചിലപ്പോൾ പറഞ്ഞു വരുമ്പോൾ നേരെ പോകുമ്പോൾ നമ്മുടെ ഈ ആക്ടിവിറ്റി വെറുതെ കിടക്കും. അപ്പൊ ലതികൾക്ക് അതൊരു പക്ഷേ ഇഷ്ടപ്പെട്ടത് വരില്ല. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, ആദ്യം നമുക്കൊരു ആക്ടിവിറ്റി പറയാം. യെസ് അല്ലേ ലതിക? യെസ്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഞാൻ പറയുന്ന വാചകം നിങ്ങൾ വേർഡ് നിങ്ങൾ ആ നോട്ട്ബുക്കിൽ ഒന്ന് എഴുതുക. ഓക്കെ, ആദ്യം എഴുതുന്നത് ഫസ്റ്റ്, FIRST, ഫസ്റ്റ്. FIRST, ഫസ്റ്റ്. അത് പറഞ്ഞിരുന്നു സർ. സർ. ഫസ്റ്റ്, നെക്സ്റ്റ്, next, then then. അതാണെങ്കിൽ പറഞ്ഞിട്ടുണ്ട്. യെസ്, അതല്ലേ ഞാൻ ആദ്യം ചോദിച്ചത്, പറഞ്ഞില്ല എന്ന് പറഞ്ഞു. യെസ്, അതാണെന്ന് മനസ്സിലായില്ല. പോട്ടെ, നോ പ്രോബ്ലം. ഓക്കെ 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 ഓക്കെ. അപ്പൊ അത് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവിടെ നിൽക്കട്ടെ, നമുക്ക് അത് അങ്ങോട്ട് വെയിറ്റ് ചെയ്യാം. ഓക്കെ, സബിയ. യെസ് സർ. ഒരു 2 പേരെ കൂടി വിളിച്ചു. ആരൊക്കെ വേണം? നസീമ. നസീമ. ഓക്കെ, അപ്പൊ സബിക ഉണ്ട്, നസീമ ഉണ്ട് അല്ലേ? ആൽഫ. എല്ലാം നല്ല ആൾക്കാരെ വിളിച്ചിട്ട് വേണല്ലേ? ഇനി അടുത്ത ടീമിന് ആളുണ്ടാവൂല. അപ്പൊ സ്ക്രീനിൽ കാണണല്ലോ വിളിച്ചത് സർ. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ സബിക ഉണ്ട്, നസീമ ഉണ്ട്, ആൽഫ ഉണ്ട്. ഓക്കെ, അപ്പൊ അന്ന് ഞാൻ ബി എന്ന് പറയുന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു. നിങ്ങൾ അതിന് വളരെ കൃത്യമായ മറുപടി പറയുകയും ഞാൻ പരാജയപ്പെട്ടു പോവുകയും ചെയ്തു. അപ്പൊ ഇന്ന് ഞാൻ അതേപോലുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഇന്നത്തെ നിങ്ങളുടെ ഉത്തരത്തിന്റെ ഫസ്റ്റ് ലെറ്റർ ആർ എന്നാണ്. ആർ. റോബോട്ട്, റോബസ്റ്റ് എന്നൊക്കെ പറയുന്ന ആർ, ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞ അക്ഷരം. അപ്പൊ ഓൾ ആൻസേഴ്സ് ഷുഡ് ബിഗിൻ വിത്ത് ലെറ്റർ ആർ. എല്ലാ ഉത്തരങ്ങളും ആർ എന്ന് പറയുന്ന അക്ഷരത്തിൽ ആരംഭിക്കണം. ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ. ഇറ്റ് ഈസ് വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ, വെരി ഈസി ക്വസ്റ്റ്യൻ. Okay, the first question is this: water droplets falling from clouds. ചോദ്യം മനസ്സിലാവാത്തുണ്ടെങ്കിൽ റെയിൻ. ഭയങ്കര സംഭവിക്കാനാണ്. വെരി ഗുഡ്. ചോദ്യം പറഞ്ഞ് തീർക്കാനായിട്ട് നിങ്ങൾ എനിക്ക് സമയം തന്നില്ല, അതിന് മുമ്പേ ഉത്തരം പറഞ്ഞു. ഇറ്റ്സ് എ കറക്റ്റ് ആൻസർ. റെയിൻ, വാട്ടർ ഡ്രോപ്ലെറ്റ്സ്, ജലത്തുള്ളികള്, ഫാളിംഗ് ഫ്രം ക്ലൗഡ്സ്, മേഘങ്ങളിൽ നിന്ന് വീഴുന്ന ജലത്തുള്ളികൾ. ഓക്കെ ഓക്കെ, ഇറ്റ്സ് എ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദി ആർച്ച് ഓഫ് കളേഴ്സ് ഇൻ ദ സ്കൈ. Rainbow. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ദ ആർച്ച് ഓഫ് കളേഴ്സ്. റെയിൻബോ ഒരു ആർച്ച് കളറാണ്, അല്ല ആർച്ച് ഷേപ്പാണ്, ഓഫ് ഡിഫറെന്റ് കളേഴ്സ്. അപ്പൊ ആർച്ച് ഓഫ് കളേഴ്സ് ഇൻ ദ സ്കൈ, ദാറ്റ് ഈസ് റെയിൻബോ. ദാറ്റ്സ് കറക്റ്റ് ആൻസർ. ഓക്കെ 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 ഓക്കെ. അപ്പൊ നിങ്ങൾ മിടുക്കികളാണ്. യെസ്. അടുത്തത് സർക്കുലർ ഗോൾഡ് ബ്രാഞ്ച് worn, WORN, worn on a finger. Ring. Yes, very good, very good, very good. Correct answer. Okay 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 okay. Next question: a place to board, BOARD, a place to board trains. Railway Railway station. Very good, very good, very good. നിങ്ങള് തൃശ്ശൂർക്കാരുടെ ഭാഷയിൽ പറഞ്ഞ പുലികളാണ്. ഓക്കെ 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 ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: എ thick carpet that covers a small area. A thick carpet that covers a small area.
Red carpet ആണ്. റെഡ് കാർപ്പറ്റ് അല്ല, അപ്പൊ കളറായി പോയില്ലേ? ഞാൻ വാക്കുണ്ട്, പറഞ്ഞോ ആരെങ്കിലും. റഗ്. റഗ് ആരാ പറഞ്ഞത്? ഞാനാ സർ. സബിയെ. ഓ വെരി ഗുഡ് സബിക. ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ പറയുമെന്ന് വിചാരിച്ചില്ല. വെരി ഗുഡ്. റഗ് കറക്റ്റ് ആൻസർ. RUG റഗ്, പരവതാനി അല്ലെങ്കിൽ കമ്പളം അങ്ങനെയൊക്കെ ഉള്ള അർത്ഥമാണ് അതിനുള്ളത്. ഓക്കെ ഓക്കെ. സോ ഐ ആം ഗോയിങ് ടു ആസ്ക് യു ദി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. വെരി സിമ്പിൾ ആണ്, 6 ചോദ്യം. ഓക്കെ. A small machine that control TV. Remote. റിമോട്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ചോദ്യങ്ങൾ അവസാനിക്കുകയാണ്. അപ്പൊ 3 പേർക്കും, സബിക, നസീമ ആൻഡ് ആൽഫ, നിങ്ങൾക്ക് 3 പേർക്കും കൺഗ്രാജുലേഷൻ. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് Thank you, sir. താങ്ക് യു ഒരു സർ. ചോദ്യം പോലും പുറത്തു പോയില്ല. എല്ലാ ചോദ്യങ്ങൾക്കും വെടിക്കെട്ട് ആൻസറാണ് കൊടുത്തത്. ഓക്കെ 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 ഓക്കെ. ഉത്തരം പറയാനെടുക്കുന്ന സമയവും ഉത്തരം പറയാനെടുക്കുന്ന ആ രീതിയും കാണുമ്പോൾ അറിയാം വളരെ എഫിഷ്യന്റ് ആണ് നിങ്ങൾ എന്നുള്ള കാര്യം മനസ്സിലായി. ഓക്കെ 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 ഓക്കെ. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ജസ്ന. യെസ് സർ. ആ, ഒരു 2 പേരെ വിളിച്ചേ. ധൈര്യത്തിന് 2 പേര്. ആരൊക്കെയാണ്? ശരണ്യ, നിസിയ. ആ, ശരണ്യ. ശരണ്യ ഒന്ന്. ആ ഓക്കെ, ശരണ്യ ഓക്കെ ആണ്. പിന്നെ നസിയ, ആർ യു റെഡി? ഓക്കെ, അപ്പൊ 3 പേരുണ്ട്. യെസ്. അപ്പൊ ജസ്ന, ശരണ്യ, നസിയ, ഇവരോട് ചോദിച്ച അതേ ചോദ്യങ്ങൾ തന്നെ, സിമ്പിളായ ചോദ്യങ്ങളാണ്. 1 മിനിറ്റ് സമയമുണ്ട്. 1 മിനിറ്റ് കഴിഞ്ഞിട്ടും ഉത്തരം പറയാൻ പറ്റിയില്ലെങ്കിൽ മറ്റാർക്ക് വേണമെങ്കിലും ആൻസർ പറയാം. 1 മിനിറ്റ് അവർക്ക് കൊടുക്കണം കേട്ടോ ഉത്തരം പറയാനായിട്ട്. യെസ്. ഓക്കെ. അപ്പൊ നമുക്ക് അടുത്തതിലോട്ട് വരാം. ഓക്കെ 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 ഓക്കെ. Question number 1. The upper covering of a building. The upper covering of a building. Roof is a correct answer. Very good, very good, very good. Appo starting padayilla. You have well begun. നന്നായിട്ട് ആരംഭിച്ചിട്ടുണ്ട്. Correct ആണ്. Next question. A thick, 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 strong, 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 cord, CORD, cord. I will repeat the question. A thick, strong cord made by twisting, TWISTING, twisting strands, STRANDS, strands together. A thick, strong cord made by twisting strands, STRANDS together. A thick cord, CORD, cord made by twisting strands, STRANDS together. മനസ്സിലായില്ല. ആരാണ് പറഞ്ഞത്? ജസ്ന. റോപ്പാണോ? Rope is a correct answer. Very good, very good. Okay, done. Very good, Jasna. Yes, look at a thick, ഇടതൂർന്ന, strong cord, ചരട്, made by twisting. Twisting എന്ന് പറഞ്ഞാൽ റോപ്പിന്റെ അത് 2-3 ചരട് ഇങ്ങനെ റോപ്പ് ചുറ്റിയൊക്കെ ഇരിക്കുമല്ലോ, അതുകൊണ്ട് ബലപ്പെടുത്തുന്നത്. Strands together. Strands നൂലുകൾ എന്നാണ്, പല നൂലുകൾ ചേർത്ത് ഉണ്ടാക്കുന്ന സ്ട്രോങ് ആയിട്ടുള്ള ചരട്, അതിനെയാണ് നമ്മൾ റോപ്പ് എന്ന് പറയുക. ഇസ് എ കറക്റ്റ് ആൻസർ. ഓക്കെ ജസ്ന, വെരി ഗുഡ്, വെരി ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Elevated
track rides in amusement park? Elevated track rides, RIDES, rides in amusement park. ELEVATED, elevated track, TRACK, rides, RIDES, in amusement park. റോളർ ആരാണ് പറഞ്ഞത്? രണ്ടുപേരും ഒറ്റ ടീമിൽപ്പെട്ട ആൾക്കാരല്ലേ? അപ്പൊ പിന്നെ കുഴപ്പമില്ല. നോ പ്രോബ്ലം, നോ പ്രോബ്ലം. അപ്പൊ അത് കളത്തിന് പുറത്തേക്ക് പോയിട്ടില്ല, കളത്തിനകത്ത് തന്നെയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഈ കറക്റ്റ് ആണ് റോളർ കോസ്റ്റർ. അതായത് നമ്മൾ ഈ അമ്യൂസ്മെന്റ് പാർക്കിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെയൊക്കെ വരുന്ന ഒരു റൈഡ്സ് കാണൂലേ, അതിന് പറയുന്ന പേരാണ് റോളർ കോസ്റ്റർ. ഓക്കെ ഓക്കെ ഓക്കെ, ഇറ്റ്സ് എ കറക്റ്റ് ആൻസർ. വെരി ഗുഡ്, വെരി ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ മെഷീൻ resembling, RESEMBLING, resembling a human doing complex task, TASKs. A machine resembling a human doing complex tasks, TASKs. റോബോട്ട് ആണോ സർ? റോബോട്ട് ആണോ എന്നല്ല, റോബോട്ട് ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഒരാളില്ലെങ്കിൽ ഒരാള് നിങ്ങൾ പുലികളാണ് കേട്ടോ. എ മിഷ്യൻ, ഒരു മിഷ്യൻ, റിസംബിളിങ്, തോന്നുന്നത്, എ ഹ്യൂമൻ, മനുഷ്യനെ പോലെ തോന്നുന്നത്, ഡൂയിങ് കോംപ്ലക്സ് ടാസ്ക്, വളരെ സങ്കീർണമായ ജോലികൾ ചെയ്യുന്ന മനുഷ്യനെ പോലെ തോന്നുന്ന സംഗതി ഏതാണ്? റോബോട്ടാണ്. കറക്റ്റ്. So, next question. Shriveled, SHRIVELED, and shrunk, SHRUNK. Dry grapes, DRY, dry grapes, GRAPS. I will repeat the question. Shriveled and shrunk dry grapes. റൈസൻ. It's a correct answer. Very good, very good. Raisins. Okay, okay, okay. അതായത് ചുക്കിച്ചുളിഞ്ഞ ഉണങ്ങിയ ഗ്രേപ്സ്, അതേതാണ്? റൈസിൻസ് ആണ്. യെസ്. I am asking you the last question. A competition between runners or horses or vehicles. A competition between runners or horses or vehicles. റൈഡ്. ഒന്നുകൂടി. A competition item. കറക്റ്റ് ആണ്, എന്നാലും ചെറിയൊരു വ്യത്യാസം. A competition item, ആ കോമ്പറ്റീഷൻ ബിറ്റ്വീൻ റണ്ണേഴ്സ്, RUNNERS, അവിടെ കിട്ടും. ഒരു മിനിറ്റ് ആയോ? ഓക്കെ, പറഞ്ഞോളൂ നസീമ. റണ്ണിങ് ആണ് സാർ. റണ്ണിങ് അല്ല, സംഗതി റൈഡിംഗ് കോമ്പറ്റീഷൻ. വേറൊരു പേര് പറയും. കറക്റ്റ്. അതിന്റെ അടുത്ത കൂടെയൊക്കെ നമ്മൾ പോകുന്നുണ്ട്. റൈസിംഗ്. റേസിംഗ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇതിലെ 100 റണ്ണേഴ്സ് 100 മീറ്റേഴ്സ് റേസ്, 2000 റിലേ എന്നല്ലല്ലോ. അപ്പൊ റേസ് ആണ്, റേസ്, RAC, റേസ്, ഓട്ടം.
റേസ് 100 മീറ്റേഴ്സ് റേസ്. ഓക്കെ റണ്ണിങ്ങും അതൊക്കെ പറഞ്ഞു, ഒക്കെ സെയിം തന്നെയാണ്. അപ്പൊ റേസ് ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോ നിങ്ങളുടെ 3 പേരുടെയും പ്രകടനം, അതായത് ജസ്ന, ശരണ്യ ആൻഡ് നസിയ, തീർത്തും മോശമായിരുന്നില്ല, മികച്ച പ്രകടനമായിരുന്നു. നിങ്ങളും ആദ്യത്തെ പറഞ്ഞ ടീമിന്റെ ഒപ്പത്തിനൊപ്പം നിൽക്കുകയാണ് അല്ലെ, കട്ടക്ക് നിൽക്കുകയാണ്. ഓക്കെ, വെരി ഗുഡ്, കൺഗ്രാജുലേഷൻ. താങ്ക് യു സാർ. ഓക്കെ. ഇനി നമ്മളന്ന് സെൽഫ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞായിരുന്നു. സെൽഫ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞെന്നാണോ പറഞ്ഞില്ലെന്നാണോ? സെൽഫ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ടില്ല. പഠിച്ചതിനെ കുറിച്ച് പറഞ്ഞില്ല. അംബിഷൻസിനെ കുറിച്ച് കുറച്ചുപേര് പറഞ്ഞു. അംബിഷൻസ് കുറിച്ച് നമ്മൾ ഇതുവരെ പഠിച്ചു അങ്ങനെ. സെൽഫ് ഇൻട്രൊഡക്ഷൻ അതെ, ഏതാണ്ട് അതേ മോഡലൊക്കെ തന്നെ ഇത് വരും. ഓക്കെ ശരി. ഓക്കെ, നമുക്ക് ഈ അടുത്തൊരു കാര്യം പറയാം. അതായത് നിങ്ങൾ ഒരു ഇന്റർവ്യൂവിന് പങ്കെടുക്കണം. ഇന്റർവ്യൂവിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഇന്റർവ്യൂ നടക്കുന്ന നഴ്സറി ടീച്ചറിന്റെ ഇന്റർവ്യൂ നടക്കുന്ന മുറിയുടെ പുറത്ത് നിൽക്കുകയാണ്. അപ്പൊ അവിടെ മുതൽ ഇന്റർവ്യൂവിന് വന്നിരിക്കുന്നത് വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ഇതിന് കലാപരമായ ഹൃദയമുള്ളത് ആർക്കാണ്? ആരും വിട്ടുന്നില്ലല്ലോ. കലാഹൃദയമുള്ള ആരും ഇല്ലേ? കലാഹൃദയം എന്ന് പറഞ്ഞ പാട്ട് പാടണമെന്നൊന്നും ഇല്ലട്ടോ, അല്ലെങ്കിൽ കഥ പറയണമെന്നൊന്നും. ഇതൊക്കെ ആസ്വദിക്കാനുള്ള കഴിവുണ്ടായാൽ മതി. ആസ്വദിക്കാനുള്ള കഴിവുണ്ട് സാർ. അത് മതി നസീമ. വെരി ഗുഡ്. അപ്പൊ നസീമയാണ് ഇപ്പൊ റൂമിന്റെ പുറത്ത് നിൽക്കുന്നത്. നസീമയുടെ റോൾ കോഡ് വിളിച്ചു, നസീമ കയറി വരുന്നു. യെസ്, അവിടെ നിന്ന് നോക്കി പറഞ്ഞു. എന്താ സാർ? നസീമയാണ് അടുത്ത റോൾ കോൾ നമ്പർ വിളിച്ചിരിക്കുന്നത്. നസീമയുടെ നമ്പറാണ് അടുത്ത് വിളിച്ചിരിക്കുന്നത്. നസീമ ഇപ്പോ ആ ഇന്റർവ്യൂ നടക്കുന്ന റൂമിന്റെ വാതിക്കൽ നിന്ന് കയറി വരികയാണ്. അപ്പൊ കയറി വരാൻ വേണ്ടിയിട്ട് ആ വാതിക്കൽ നിൽക്കണം. അവിടെ തുടങ്ങിയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞോളെ. വെരി ഗുഡ്. യെസ്, പ്ലീസ് കം. അപ്പൊ നസീമ നടന്നു വന്നു, ഇന്റർവ്യൂ ചെയ്യുന്ന ഇന്റർവ്യൂ ബോർഡിന്റെ മുന്നിലെത്തി. പ്ലീസ് ടേക്ക് യുവർ സീറ്റ്. അപ്പൊ ഇരുന്നു. നസീമയുടെ സർട്ടിഫിക്കറ്റ് കൊടുത്തു, അത് നോക്കി. യെസ്, യുവർ നെയിം ഈസ് നസീമ. അപ്പൊ അത് ഞാൻ ഇപ്പൊ ഇന്റർവ്യൂ ബോർഡിൽ വേറെ ആളില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ ചോദിക്കാം. യുവർ നെയിം ഈസ് നസീമ. ഓക്കെ, നസീമ, പ്ലീസ് മേക്ക് an introduction about yourself. ഇൻട്രൊഡക്ഷൻ നസീമയെ കുറിച്ചൊന്ന് പറയാം. ഓക്കെ, ആലോചിച്ചോ, സമയം തരാം. ഓക്കെ, ആലോചിച്ചോണ്ടിരുന്നോ കേട്ടോ. ഓക്കെ, 2-3 മിനിറ്റ്. അപ്പൊ ഇതാണ് ചോദ്യം. അപ്പൊ അവിടെ നിന്ന് വന്നു, വേ കമിൻ എന്ന് പറഞ്ഞു, വന്നു, ഇരുന്നു കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് ചോദ്യം ചോദിക്കുന്നതാണ് ഗിവ് ആൻ ഇൻട്രൊഡക്ഷൻ അബൌട്ട് യുവർസെൽഫ്. നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താൻ പറയുന്നു. കാരണം ഇന്റർവ്യൂ ബോർഡിൽ നിൽക്കുന്ന ആൾക്ക് നസീമയെ കുറിച്ച് അറിയില്ല, നസീമയുടെ കഴിവ് എന്താണെന്ന് അറിയില്ല, കഴിവ് കുറവ് എന്താണെന്ന് അറിയില്ല, ഇതൊന്നും അറിയില്ല. അപ്പൊ നസീമയെ അങ്ങോട്ട് പറയുന്നു, ഇതാണ് ഞാൻ എന്ന് പറയുന്നത്. ആ സംഗതി കേട്ട് കഴിയുമ്പോൾ ആ ഇന്റർവ്യൂ ബോർഡിൽ ഇരിക്കുന്നവര് പുറത്ത് വന്നിട്ട് പറയണം, ബാക്കിയുള്ളവരെയൊക്കെ പൊക്കിയോ, ആളെ സെലക്ട് ചെയ്തു എന്ന് പറയണം. അതായിരിക്കണം ആ ഇൻട്രൊഡക്ഷൻ. അത് ഞാൻ അതിശയോക്തി പറഞ്ഞതാണ്. അത് പറയാണ്, അങ്ങനെ ഇരിക്കുക. എന്ന് വെച്ചാൽ നമ്മളെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടൊരു അവസരം നമ്മുടെ പക്കലേക്ക് അവർ പന്തടിച്ച് നിൽക്കുക. അത് നമ്മൾ ഭംഗിയായിട്ട് പറഞ്ഞു കഴിയുമ്പോൾ അവർക്ക് കൊള്ളാം, ഈ കുട്ടി ക്ലാസ് എടുത്താൽ നന്നാവും എന്നൊരു തോന്നലുമല്ല. അത് നമ്മൾ വെൽ പ്രിപ്പയർഡ് ആയിട്ട് പണം ഈ വെടിക്കെട്ട് പോലെ സംഗതികൾ വരും. അതിൻ്റെ അകത്ത് അവർ ഞെട്ടണം. ആ ഫസ്റ്റ് ചോദ്യത്തില് ആ ഫസ്റ്റ് ആൻസറിലും അവരെന്ത് ചെയ്യണം, ഒന്ന് ഞെട്ടണം. ഇപ്പൊ അത് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും തോന്നുന്നു,
ഒരു മേലെ ഒരു കുളിർമ തോന്നും. ആ സംഗതി നമ്മൾ വീണിരിക്കണം. യെസ്. അപ്പോ ഇതെല്ലാവരും ആലോചിച്ച് വെച്ചോട്ടോ. എല്ലാവരും പറയണം an introduction about yourself. ഓക്കെ, നസീമ പറഞ്ഞോ. ഓക്കെ നസീമ പറഞ്ഞോ. വീയോ നസീമ കേട്ടില്ലേ? പറയട്ടെ സാർ. അപ്പോഴേക്കും റേഞ്ചിന്റെ പ്രോബ്ലം വന്നു. ഓക്കെ ഓക്കെ, നോ പ്രോബ്ലം. ശരി ശരി ശരി. ഞാൻ കമ്മിങ് ഫ്രം പാലക്കാട്. യെസ്. I studied computer. യെസ്. പിന്നെ I studied some craft work and etc. ഓക്കെ. പിന്നെന്താ പറയണ്ടത് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞില്ലേ, ഈ സംഗതി നമ്മുടെ മുന്നിലേക്ക് ഇട്ടുതരുന്ന ഒരു ഫസ്റ്റ് ചാൻസ് ആണ്. ഇത് നമ്മൾ മിസ് ചെയ്യരുത്. ഇവിടെ തുടങ്ങി നമ്മൾ പിടിച്ചു കയറുന്നത്. കാരണം ഇന്റർവ്യൂ ബോർഡിലേക്ക് ആർക്കും നമ്മളെ കുറിച്ച് ഒന്നും അറിയില്ല. നമ്മളെ ഫസ്റ്റ് നമുക്ക് സംസാരിക്കാൻ തന്നേക്കുന്ന അവസരമാണ്. അത് നമ്മൾ ഒരിക്കലും വിട്ടുകളയരുത്. പിന്നെ സ്റ്റഡി ടൈം I attend the sports. Yes. 3 items: javelin throw, discus throw, and shot put. Oh yes, very good, very good. District level first prize. Oh, very good. Yes. And others. പിന്നെ എന്താ അത്രേ അല്ലേ? പെട്ടെന്ന് വയ്ക്കുമ്പോ പിന്നെ മാരീഡ് അതൊന്നും പറയണ്ടല്ലോ. ഒന്നും ഇടപെടുന്നില്ല. ഇതിപ്പോ ഓരോരുത്തരും ഇങ്ങനെ മോണിറ്റർ ചെയ്തോണ്ടിരിക്കുകയാണ്. 3 children, 2 boys and 1 girl. Yes. Husband is electrician. Yes. I have worked in Akshaya Center 1 year experience. Yes. Then I was teacher in Pratibha Kendram 3 years. Yes. Selected children's. ഇന്റർവ്യൂ എന്തായാലും പാസ്സായി. Yes. Okay. മക്കളെ, ഇന്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ പക്ഷെ ഒരു അത് ഞാൻ പറഞ്ഞു, ഒരു എക്സ്ട്രാ 1 ക്വാളിഫിക്കേഷൻ നഴ്സിംഗ്. ഓക്കെ സാർ, താങ്ക് യു. ഇനി നെക്സ്റ്റ് ആളോട് ചോദിച്ചോളൂ. ഇന്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. നമ്മളെ കുറിച്ച് അറിയാം. ഇത് ഇതിൻ്റെ അകത്ത് കല്യാണം കഴിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഇനിപടി ആരുമില്ലല്ലേ? ഓക്കെ, അപ്പൊ ഞാൻ ആ ചോദ്യം വേണ്ടെന്ന് വെച്ചു. ഓക്കെ, പിന്നീട് ചോദിക്കാം. യെസ്. അപ്പോ നസീം ഇവിടെ പറഞ്ഞു. അപ്പോ ശരണ്യ ഇവിടെ പോയി. അപ്പൊ ശരണ്യ, ഇപ്പൊ നസീമ പറഞ്ഞത് മുഴുവൻ കേട്ടല്ലോ. ശരണ്യ മാത്രമല്ല, എല്ലാവരും കേട്ടു. അപ്പൊ ശരണ്യക്ക് നസീമ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു പോരാളിക, ഇന്ന കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്താമായിരുന്നു എന്ന് തോന്നിയ എന്തെങ്കിലും കാര്യങ്ങളുണ്ട്?
നസീമ പറഞ്ഞതിൽ ഇന്ന കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്താമായിരുന്നു, അല്ലെങ്കിൽ ഇന്ന കാര്യം ഇന്നതുപോലെ പറയാമായിരുന്നു, ഇന്നതും കൂടി ഉൾപ്പെടുത്താമായിരുന്നു, അല്ലെങ്കിൽ ഇന്നത് വേണ്ടായിരുന്നു എന്ന് തോന്നിയ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഞാൻ അതൊന്നും ശ്രദ്ധിച്ചില്ല സാർ. അടുത്തത് ഞാൻ പറയേണ്ടി വരുമ്പോ എന്ത് ചെയ്യും എന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ എനിക്ക് എനിക്ക് സ്റ്റിച്ചിങ് അത് ആഡ് ജസ്റ്റ് തോന്നി. ആ സ്കൂളില് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യം കൂടി പറയാം. അതെ, ഇഫ് ഐ ആം അപ്പോയിന്റഡ് എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ അതുകൂടി പറയാമായിരുന്നു തോന്നി. ഓക്കെ ഓക്കെ, പിന്നെ എന്ത് തോന്നി? പിന്നെ പിന്നെന്ത് ഓരോരുത്തരും ചിന്തിക്കണം. പിന്നെന്ത് തോന്നി? യെസ്, ഓക്കെ, ആലോചിച്ചോളൂ. പറഞ്ഞോളൂ, ശരണ്യ പറഞ്ഞോളൂ. ക്വാളിഫിക്കേഷൻസ് എല്ലാം പറയണം. അപ്പൊ അത് നസീമ പറഞ്ഞില്ലെന്നാണ്? പറഞ്ഞില്ല? ഞാൻ കമ്പ്യൂട്ടർ പറഞ്ഞു ആപ്ലിക്കേഷൻ, ഡിഗ്രി കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, അഡീഷണൽ ക്വാളിഫിക്കേഷൻ, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, നഴ്സിംഗ്, അതൊക്കെ ആ വശത്തോട്ടൊക്കെ പറഞ്ഞായിരുന്നു. യെസ്, നസീമ വിട്ടുപോയ പോയിന്റുകളാണ് ഞാൻ ചോദിച്ചത്. നിസിയ എന്ത് തോന്നുന്നു? അവിടെ നമ്മള് ട്രെയിനിങ് നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതും കൂടി കൂട്ടിച്ചേർക്കണം. അത് നസീമ പറഞ്ഞു. നസീമയുടെ എക്സ്പീരിയൻസ് അക്ഷയയിലാണെന്നുള്ള കേസ് പറഞ്ഞിരുന്നു. യെസ്, അങ്ങനെ പറഞ്ഞിരുന്നു. പിന്നെ വേറെ എന്തെങ്കിലും? കുട്ടി അതൊക്കെ പറഞ്ഞു. യെസ്, ഓക്കെ. ആൻസർ ആനി ജോസഫ്. റോമിയ കെ റോയ്. റോമിയക്ക് എന്ത് തോന്നി? നസീമ പറഞ്ഞതിൽ ഇനി എന്തെങ്കിലും ചേർക്കാനുണ്ടോ? എനിക്കത് തന്നെയാണ് തോന്നിയത്. ലാസ്റ്റ് നമ്മൾ പറയുമ്പം ഈ സ്കൂളിൽ ഞാൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ലെവൽ ബെസ്റ്റായിട്ട് ഞാൻ ഇവിടെ പെർഫോം ചെയ്യും, അല്ലെങ്കിൽ എന്നെ കൊണ്ട് കഴിയുന്ന ബാക്കിയുള്ള ഡെവലപ്മെന്റ്സിന് വേണ്ടുന്ന കാര്യങ്ങളും കൂടി ഞാൻ ചെയ്യും എന്ന് പറയേണ്ടതായിരുന്നു എന്ന് തോന്നി. ഓക്കെ 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 ഓക്കെ. സബികക്ക് എന്ത് തോന്നി? സബിക നമുക്ക് കറക്റ്റ് അഭിപ്രായം. കുഴപ്പമില്ലാന്ന് തോന്നി. കുഴപ്പമില്ലാന്ന് തോന്നി. യെസ്, അതിനകത്ത് എന്തെങ്കിലും ആഡ് ചെയ്യാനൊന്നുമില്ല അല്ലേ? ഇത് മതി. ആഡ് ചെയ്യാൻ ഉണ്ടെന്ന് പറഞ്ഞാല് ഇനിയും പറയുകയാണെങ്കിൽ കുറെ നമുക്ക് പറയാലോ. യെസ്, ഓക്കെ 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 ഓക്കെ. ആൻസി പറയൂ, ആൻസിക്ക് എന്ത് തോന്നി? എങ്ങനെയുണ്ടായി? സർ, എനിക്ക് തോന്നിയത് ഇന്റർവ്യൂ ബോർഡിനകത്ത് ഇരിക്കുമ്പോ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ പ്രൊഫഷൻ ചൂസ് ചെയ്തത്? സോ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. അതിന് നമ്മൾ പറയുന്ന ആൻസറും അത്രയ്ക്ക് ഒരു ഇമ്പോർട്ടന്റ് രീതിയിൽ തന്നെയായിരിക്കണം. ആ ഒരു നമ്മൾ പറയുന്ന ആ ഒരു സെന്റൻസിലായിരിക്കും നമ്മളെ അവര് സെലക്ട് ചെയ്യുന്നതും ചെയ്യാത്തതും. ഓക്കെ, അപ്പൊ ആ ഒരു സംഗതി കൂടെ വേണം. വൈ വി സെലക്ട് ടു ബി എ ടീച്ചർ? എന്തുകൊണ്ടാണ് നമുക്ക് ടീച്ചർ ആവാനായിട്ട് ആഗ്രഹം അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നതിന്റെ ഒരു റീസൺ കൂടി പറഞ്ഞിട്ട് പറയണമായിരുന്നു എന്നുള്ളതാണ് ആൻസി പറയുന്നത് അല്ലേ? ഓക്കെ ഓക്കെ. ഇനി അതർ പോയിന്റ്? പിന്നെ നമ്മള് നല്ല കോൺഫിഡൻസോട് കൂടിയായിരിക്കണം സംസാരിക്കേണ്ടത്. യെസ്, നല്ല കോൺഫിഡൻസ് വേണം. ഓക്കെ 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 ഓക്കെ. വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, ചിരിച്ചെന്ന് പറഞ്ഞാല് മുഖത്തൊരു ചിരിയോടുകൂടി പറയാം. കൊച്ചുകുട്ടികളെ ഡീൽ ചെയ്യണല്ലേ? ഓക്കെ, ആൽഫ കെ ജേക്കബ് എന്ത് തോന്നി? ഞാൻ പറഞ്ഞത് കേട്ടില്ലായിരുന്നു, പക്ഷെ ഞാൻ പറയാം, എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞൂടെ? ഇല്ല, തീർച്ചയായിട്ടും എക്സ്പീരിയൻസ്. നസീമ പറഞ്ഞത് നസീമക്ക് പഠിപ്പിക്കുന്നതിനുള്ള എക്സ്പീരിയൻസ് ആയിരുന്നില്ല, മറിച്ച് ഒരു അക്ഷയ കേന്ദ്രത്തിൽ വർക്ക് ചെയ്തതിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് പറഞ്ഞു. യെസ്, അത് പറയാം, എക്സ്പീരിയൻസ് പറയാം. ഓക്കെ 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 ഓക്കെ. ഇനി
നേരത്തെ റോമിയോ കെ റോയ് യെസ് സർ. ഒന്ന് പറഞ്ഞേ. റോമിയാണ് ആ വാതിൽക്കൽ നിന്ന് വരുന്നത് കേട്ടോ. മേ കമിൻ എന്ന് വെച്ച് ആരംഭിച്ചു. മേ ഐ കം ഇൻ സർ? യെസ് കമിൻ. താങ്ക് യു സർ. ഓക്കെ. ടേക്ക് യുവർ സീറ്റ്. ഓക്കെ, താങ്ക് യു. യെസ്. യുവർ നെയിം ഈസ് റോമിയോ. യെസ് സർ. Oh, so it is a very good name. It Thank is you, similar to the character in Shakespeare's drama. Okay, Okay. Romeo, Yes, you sir. give an introduction about yourself. My name is Romia. I am coming from Idiki. Okay, I'm a everyone. Okay. നസീമക്ക് വിട്ടുപോയ പോയിന്റ് ഇതാണ്. നസീമ ആദ്യം പറഞ്ഞപ്പോ പേര് പറഞ്ഞില്ലേ? നസീമ പറഞ്ഞു ഐ ആം കമ്മിങ് ഫ്രം പാലക്കാട്. അവിടെ ഞാൻ ആദ്യം പ്രതീക്ഷിച്ചത് മൈ നെയിം ഇസ്, അത് കഴിഞ്ഞതിന് ശേഷം പറയാം ഐ ആം കമ്മിങ് ഫ്രം പാലക്കാട് എന്ന് പറയാൻ മതി. അപ്പൊ ആദ്യം സാർ പറഞ്ഞേ കേട്ടില്ല. നസീമ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു കഴിയുമ്പോ ഫസ്റ്റ് പറഞ്ഞ വാചകം ഐ ആം കമ്മിങ് ഫ്രം പാലക്കാട് എന്ന് പറഞ്ഞു. അത് രണ്ടാമത് പറഞ്ഞാൽ മതി. ആദ്യം നസീമ എന്ത് പറയാ? നസീമയുടെ പേര് പറയാ. സാർ ചോദിച്ചില്ലേ, അപ്പൊ ഞാൻ അതുകൊണ്ട് പേര് പറയാണ്ടിരുന്നത് രണ്ടാമത്തെ വേടായിട്ട്. ഓക്കെ. ഇനി പറയുമ്പോ എപ്പോഴും പേര് പറഞ്ഞിട്ട് തുടങ്ങണ്ട. ശരി, ഓക്കെ. അത് സാറിന്റെ പേര് അറിയാവുന്നോണ്ടേ അതുകൊണ്ട് ഞാൻ പറയാതെ. പിന്നെ എക്സ്പീരിയൻസ് സാറ്, ഞാൻ എക്സ്പീരിയൻസ് 3.5 വർഷം ടീച്ചിങ് കോഴ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കമ്പ്യൂട്ടറിൽ ഇവിടെ ജസ്റ്റ് വന്നു അടുത്ത വീട്ടിലെ, അപ്പൊ അതങ്ങോട്ട് ശരി. Okay, sir. My name is Romia. I am coming from Idiki. I am a married person. I have 2 children, and I am studying in degree and passed with the first class. And my additional qualification in computer TTC also. Yes. And I am 5 years teaching experience in a LP school English medium. Yes. And my habits is singing and some making some artificial materials also. Yes. And I am very much like to teaching profession. Yes. Because I like the young children. Yes. And giving to some importance of the children. Okay. And I like this school also because this school's education is very important levels also all the students. Yes. And yours schools levels is very good in the city. Yes. Because I like to this school also. Yes. And you give me an opportunity. I will give my best level for the school and try to my best level for your school. Thank you, sir. Okay. And the last അവസാനം, that is all about myself. ഇത്രയുമാണ് എനിക്ക് എന്നെ കുറിച്ച്. That is all about myself. Okay. റോമിയ നന്നായിട്ടുണ്ട്. വെരി ഗുഡ്. അപ്പൊ റോമിയൊക്കെ എന്താ ഒരു ഗുണം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാല് ആലോചിക്കാൻ സമയം കിട്ടി. നസീമക്ക് ആലോചിക്കാൻ സമയം കിട്ടിയില്ല. അതാണ് നസീമക്ക് ഉണ്ടായത്. കാരണം വെച്ചാൽ നസീമയോട് ഞാൻ പറഞ്ഞപ്പോ തന്നെ നസീമ പറഞ്ഞു തുടങ്ങി. അപ്പൊ കുറച്ച് സമയം ആലോചിക്കാനും ചിന്തിക്കാനും കിട്ടിക്കഴിഞ്ഞാല് വേറെ ലെവലിലോട്ട് നസീമ വന്നു. മലയാളത്തിലാണെങ്കിൽ ഇംഗ്ലീഷ് ആവുമ്പോ നമുക്ക് വേർഡ്സുകൾ കിട്ടേണ്ടത് ഫ്ലുവന്റ് ആയി സംസാരിക്കാൻ പറ്റില്ലല്ലോ. അതാണ് ഇംഗ്ലീഷ് ആവുമ്പോ കുറച്ച് പ്രോബ്ലം. ഒരുപക്ഷെ വല്ല ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് പറയണ്ടേ? അത് വേണം. നമ്മൾ എന്തായാലും ഫ്ലുവന്റ് ആയി സംസാരിക്കാൻ പഠിക്കണമല്ലോ ആദ്യം. അതാണ് സാറ് ഞാൻ സംസാരിപ്പിക്കുമ്പോൾ നമുക്ക് ഓരോ വേർഡ്സുകൾ കിട്ടാൻ തുടങ്ങും. അപ്പൊ അതിലൂടെ പഠിക്കാൻ പറ്റും. വെരി ഗുഡ്.
ഓക്കെ, നിങ്ങളൊക്കെ ഡെവലപ്പ് ആവും. പ്രശ്നം നിങ്ങൾ നിങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെ പറയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇംഗ്ലീഷിൽ തന്നെ പറഞ്ഞൊക്കെ നോക്കാം. ഓക്കെ, ജസ്ന. ഓക്കെ, ജസ്ന പറയൂ. ജസ്നയാണ് മുറിക്ക് പുറത്ത് നിൽക്കുന്നത്. പോന്നോളൂ. യെസ്, പ്ലീസ് കം. Please take your seat. Thank you, sir. Please take your seat. Please be seated. Thank you, sir. Okay. Your name is Jasna. Yes. Okay. Jasna, give an introduction about yourself. Sir, my hometown is North Paravur. I studied BCom. I am 33-year-old. I have 2 kids. I have 2 daughters. Elder daughter studying 5th standard. Younger one is studying in UKG. My husband Yes. is a driver. Yes. I am passionate about this profession. Yes. ഞാൻ അത്രയും വിചാരിച്ചിട്ടുള്ളൂ. മൈക്ക് മനസ്സിൽ നിൽക്ക്. എന്തെങ്കിലും സ്പെഷ്യലൈസ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു നേട്ടങ്ങളോ, ഇപ്പൊ നേരത്തെ നസീമ പറഞ്ഞില്ലേ സ്പോർട്സ് ലെവലിലുള്ള ഡിസ്ട്രിക്ട് ലെവലിലുള്ള ഇതിനെ കുറിച്ച്, അതുപോലെ പറയത്തക്ക റിമാർക്കബിൾ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ കുറിച്ച് പറയും. അങ്ങനെയൊന്നുമില്ല. ഓക്കെ ഓക്കെ ഓക്കെ, അങ്ങനെ ഇല്ല. ശരി, ഓക്കെ. അപ്പൊ നിങ്ങളുടെ കയ്യിലൊന്നും ഉണ്ടെങ്കിൽ പറഞ്ഞെങ്കിലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. യെസ്, ഓക്കെ. അപ്പൊ അന്നെങ്കിലും മാത്രമേ ഒരു പക്ഷേ ടീച്ചറായിട്ട് എടുക്കുമ്പോൾ ഇപ്പൊ സ്പോർട്സിന്റെ സംഗതി ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചുമതലയിപ്പിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, യെസ്, ഓക്കെ. അപ്പൊ ഇത്രയും വേണം. ദാറ്റ് ഈസ് ഓൾ അബൌട്ട് മൈ സെൽഫ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ഇനി ആർക്കാണ് പറയാൻ താല്പര്യം? മേക്ക് എൻ ഇൻട്രൊഡക്ഷൻ. ഞാൻ ആരും പേരുകൾ എടുത്ത് പറയണില്ല. ഇനി ആര് പറയുന്നു? നസീമ പറഞ്ഞു, റോമിയോ പറഞ്ഞു, ജസ്ന പറഞ്ഞു. ഇനി ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ. എന്ന് പറഞ്ഞു പറയാൻ. ഓക്കെ, നസീല പറഞ്ഞോളൂ. May I come in, sir? Yes, come. Please come. Good morning, sir. Yes. ഇവിടെ My name is Nasila. ഓക്കെ, ആരും പറയാത്തൊരു കാര്യം ഇപ്പോ ആര് പറഞ്ഞു? നസീല പറഞ്ഞു. റോമിയോ അത് പറഞ്ഞിട്ടുണ്ടായില്ല, നസീമ പറഞ്ഞിട്ടുണ്ടായില്ല, ജസ്റ്റിൻ പറഞ്ഞിട്ടുണ്ടായില്ല. നമ്മൾ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ ഒരു ഗുഡ് മോർണിംഗ് പറയണമായിരുന്നു. അത് നസീലയുടെ പക്ഷത്ത് നിന്നാണ് വന്നത്. അപ്പൊ ഇത് ഞാൻ ആരെങ്കിലും ഒരാൾ പറയട്ടെ വിഷയമായിട്ട് എന്ന് വെച്ച് നോക്കിയിരിക്കുകയായിരുന്നു. അപ്പൊ ഇനി നിങ്ങൾ മറന്നു പോകില്ല. ഇത് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞിരിക്കും. കാരണം ഇതേ സിറ്റുവേഷൻ കഴിയുമ്പോൾ ഓക്കെ അത് അന്ന് പറഞ്ഞതാണല്ലോ നിങ്ങൾ ഓർത്തിരിക്കും, നിങ്ങളത് പറയും. ഓക്കെ നസീല, ഗുഡ് മോർണിംഗ്. പ്ലീസ് ബി സീറ്റഡ്. Thank you, sir. My name is Nasila. I am ഞാൻ coming from. പറഞ്ഞു കേട്ട്. Sir, ചോദിച്ചോളൂ. ഞാൻ ഓക്കെ പറയാനിങ്ങനെ വെമ്പി നിൽക്കുകയാണ് അല്ലേ? യെസ്, നസീല, മേക്ക് an introduction about yourself. I am Nasila, coming from Kottakkal. I am very Yes. excited to be here today. Oh, very good. Teaching is my passion. Yes. I come here to get an opportunity to teach in this school. Yes. I studied Montessori teacher training from Smart Tree Academy. Yes. I wish to study my students in my best. Yes. Thank you, sir. That is all about myself. Okay. അപ്പൊ ഇതിനകത്ത് നസീല പറഞ്ഞപ്പോ നസീലയുടെ ഹോബി അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ച് സൂചിപ്പിച്ചു പോയില്ല. ബാക്കിയുള്ളവരെല്ലാവരും അതിനെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എന്റെ ഇഷ്ടവിനോദങ്ങൾ ഇന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു വശത്തോട്ട് നസീല ആബ്സെന്റ് ആയി. പിന്നെ റോമിയോ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ നേരത്തെ ശ്രദ്ധിച്ചത് ഐ ഹാവ് 5 years എക്സ്പീരിയൻസ് ഇൻ ടീച്ചിങ് എന്ന് പറഞ്ഞു. ഇപ്പൊ ചിലപ്പോൾ പഠിപ്പിക്കുന്നില്ല. പ്രസന്റില് ഐ ആം ഡൂയിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി എന്താ വെച്ചത് പറയാം. പ്രസന്റില് ഐ ആം വർക്കിംഗ് ആസ്, എനിക്ക് 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പൊ ഞാൻ ആ ജോലിയല്ല ചെയ്യുന്നത്, പ്രസന്റ് ഐ ആം ഡൂയിങ്. അപ്പൊ അത് നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ എനർജറ്റിക് ആണ് എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, സബിക നേരത്തെ ഒന്ന് പറയാനായിട്ട് ആഗ്രഹിച്ചാണ്. ഓക്കെ, Yes, sir. യെസ് പറഞ്ഞു. Good morning, sir. Good morning. Your name is Sabiga.
Yes, sir. Yes. This Sabiga, is my please CV and certificate, sir. please give an introduction about yourself. Okay. Follow. My name is Sabika Nisamuddin. Yes. You can call me Sabika. Yes. I am 31 years old. Hmm. I was born on 8th August 1992. At the moment, I lived in Malappuram. I am graduated BCom Business degree and diploma. Diploma in accountancy and a 2-year experience to working as a tuition teacher. Yes. I am certified in skill development course by JSS. Yes. And I am very കിട്ടണില്ല. Okay. Yes. I am fluent in other languages. Yes. Fluent in Yes. English and Arabic. Yes. I am confident in my ability to contribute efficiently to your school. And in future, my dream job is become a Montessori teacher because of my childhood ambition. That's all for my now. Thank you for listening. Okay. Thank you for listening. Okay. That is all about myself. Okay. Sabiga, നന്നായിരുന്നു. സ്റ്റൈൽ ഓഫ് എക്സ്പ്രഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിനോടൊപ്പം തന്നെ ഞാൻ ഒരു കാര്യം എപ്പോഴും നമ്മുടെ എല്ലാവരോടും നമ്മൾ പറയുന്ന വാക്കുകളിൽ ഒരുപക്ഷെ നമ്മൾ വിചാരിക്കും നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞതായിരിക്കും, പക്ഷെ കേൾക്കുന്ന ആൾക്ക് ചിലപ്പോൾ അതൊരു നെഗറ്റീവ് ഫീലിംഗിൽ വരരുത്. അപ്പൊ അങ്ങനെയുള്ളൊരു സംഗതി നമ്മുടെ പക്ഷത്തു നിന്ന് ഉണ്ടാവാതെ നോക്കുക. എനിക്ക് അതിൻ്റെ അകത്ത് ഇപ്പൊ സബിക പറഞ്ഞാല് സബിക ഒന്നും വിചാരിച്ചിട്ട് പറയണല്ല, യു ക്യാൻ കോൾ മീ സബിക. You can call me എന്നല്ലേ? അതെ. അത് ചിലപ്പോ ഇവിടെ ഇരിക്കുന്ന ആൾക്ക് തോന്നുന്നു നിങ്ങൾക്ക് എന്നെ സബിക എന്ന് വിളിക്കാം എന്ന് പറയുന്ന ആ സംഗതി അത് തന്നെ കുറച്ച് ഭംഗിയായിട്ട് പറയാം. ഐ ലൈക്ക് ടു ബി കോൾഡ് സബിക. കണ്ടോ? യു ക്യാൻ കോൾ മീ എന്നുള്ള ആ സാധനം മാറ്റി എനിക്ക് ഇഷ്ടം അങ്ങനെ വിളിക്കപ്പെടുന്നതാണ്. കണ്ടോ? അപ്പൊ പറഞ്ഞത് സെയിം തന്നെയാണ്, പക്ഷെ അത് നല്ല രീതിയിൽ പറയാം. അപ്പൊ നമ്മൾ അവരെ നിങ്ങൾ എന്ന് വിളിച്ച് സംബോധന ചെയ്തു എന്നുള്ളൊരു സംഗതിയെ വരുന്നില്ല, ആ ഒരു സംഗതി ചെയ്യും. പിന്നെ ഒരു കാര്യം പറഞ്ഞത് എനിക്ക് വളരെയായിട്ട് ഇഷ്ടപ്പെട്ടു. ഐ ഹാവ് ദ എബിലിറ്റി ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. അപ്പോ എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള കഴിവുണ്ട് എന്ന് പറയുമ്പോൾ കേൾക്കുന്ന ആൾക്ക് തോന്നും അതൊരു അഹങ്കാരമാണല്ലോ പറഞ്ഞത് എന്ന് വിചാരിക്കും. ആ സംഗതിയെ നമുക്ക് എന്ത് പറയാം, ഒന്നുകൂടി പൊളൈറ്റ് ആയിട്ട് പറയാം. ഐ ആം കോൺഫിഡന്റ്. ആ വാക്ക് ഉപയോഗിച്ച് സബിക സെന്റൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഐ ആം കോൺഫിഡന്റ് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഐ ആം കോൺഫിഡന്റ് ഇൻ ടീച്ചിങ് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ്. അങ്ങനെ എനിക്കത് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു ആത്മവിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ട് അത് നമുക്ക് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ബി പൊളൈറ്റ്, ഒന്നുകൂടി അത് പൊളൈറ്റ് ആയിട്ട് അവതരിപ്പിക്കുക. അപ്പൊ അവർക്ക് നമ്മളെ കുറിച്ച് കുറച്ചുകൂടി നല്ലൊരു എളിമയും വിനയുള്ള ഒരാളാണെന്ന് തോന്നുന്നു. സബിക ചിലപ്പോൾ ഒന്നും വിചാരിച്ചിട്ട് പറഞ്ഞതായിരിക്കും, ആ നേരത്ത് ആ വാക്ക് കിട്ടിയത് കൊണ്ട് അത് പറ്റു തകർത്തു. യെസ്, ഓക്കെ. ഇനി ആരാണ്? ഇനി പറയാതിരുന്ന ആർക്കെങ്കിലും പറയാനുള്ള അവസരം തരാം. ഓക്കെ. അപ്പൊ ഇത് എപ്പോഴും നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചേക്കുക, ഇത് എഴുതി തയ്യാറാക്കി പഠിക്കുക. ഇന്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് എഴുതി തയ്യാറാക്കി, കറക്റ്റായിട്ട് എഴുതി തയ്യാറാക്കി നല്ല സ്മാർട്ടായിട്ട് പറയാം. ഇപ്പൊ നമ്മൾ പറയാം മൈ നെയിം ഈസ് ജസ്ന, എന്റെ പേര് ജസ്ന എന്നാണ്. ഐ ആം ഫ്രം, നമ്മൾ പറയണം ഐ ആം ഫ്രം എവിടെന്നാ വരുന്നത്, സ്ഥലത്തിന്റെ പേര് പറഞ്ഞു. ഐ ആം ഫ്രം പത്തനംതിട്ട, അല്ലെങ്കിൽ ഐ ആം ഫ്രം തൃശ്ശൂർ, ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. ഐ ഡിഡ് മൈ ഗ്രാജുവേഷൻ ഇൻ ഇംഗ്ലീഷ്, ഞാൻ ഗ്രാജുവേഷൻ കഴിഞ്ഞതാണ്. മൈ ഗ്രാജുവേഷൻ ഈസ് ഇൻ ഇംഗ്ലീഷ്. നിങ്ങൾ ഏത് സബ്ജക്റ്റ് ആണോ അത് പറയാം, ഇംഗ്ലീഷ്
ലിറ്ററേച്ചർ. പഠിച്ച സ്ഥലവും വേണമെങ്കിൽ അത് എൻ്റെ കൂടെ ചേർക്കാം. ഐ ഡിഡ് മൈ ഗ്രാജുവേഷൻ ഫ്രം യൂണിയൻ ക്രിസ്ത്യൻ കോളേജ് ആലുവൈ. അവിടെയാണ് പഠിച്ചത്. ആ വർഷം നിങ്ങൾ പഠിച്ചപ്പോൾ നിങ്ങളായിരുന്നു അവിടുത്തെ ടോപ്പ് സ്കോറർ എങ്കിൽ അതിനെക്കുറിച്ച് പറയാം. അല്ലെങ്കിൽ നിങ്ങളായിരുന്നു അവിടെ സെക്കൻഡ് ടോപ്പ് എങ്കിൽ, അല്ലെങ്കിൽ ഫസ്റ്റ് എങ്കിൽ അതിനെക്കുറിച്ച് പറയാം. ഐ വാസ് ദ ടോപ്പ് സ്കോറർ ഫോർ ദ ഇയർ 2022 and 24. ആ സമയത്ത് ഞാനായിരുന്നു അവിടുത്തെ ഏറ്റവും മികച്ച സ്കോർ ചെയ്ത വിദ്യാർത്ഥി എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഐ വാസ് എ സെക്കൻഡ് റാങ്ക് ഹോൾഡർ. യെസ്, ഓക്കെ. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഐ സ്റ്റഡീഡ്. അതിനുശേഷം ഞാൻ എന്താണ് പഠിച്ചത് അതിനെ കുറിച്ച് പറയാം. മൈ ഹോബീസ്, എൻ്റെ ഹോബികൾ ഇന്നതൊക്കെയാണ്, അതിനെ കുറിച്ച് പറയാം. ലാസ്റ്റ്, ദാറ്റ് ഈസ് ഓൾ അബൌട്ട് മൈസെൽഫ് സാർ. ഇത് ഇത്രയുമാണ് എനിക്ക് എന്നെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ. ഇത് ഞാൻ പറഞ്ഞത് ഒരു സ്റ്റൈലാണ്. ഇപ്പൊ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറൊരു സ്റ്റൈൽ വേണമെങ്കിൽ നമുക്ക് നോക്കാം. നമ്മളിങ്ങനെ പറഞ്ഞു, മൈ നെയിം ഈസ് റോമിയോ കെ റോയ്. എൻ്റെ പേര് റോമിയോ കെ റോയ് എന്നാണ്. ഐ വാസ് ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ്. ഞാൻ ജനിച്ചതും വളർന്നതും ഇന്ന സ്ഥലത്താണ്. എന്നിട്ട് നിങ്ങൾ ജനിച്ചതും വളർന്നതുമായ സ്ഥലം പറയാം. ഐ വാസ് ബ്രോൺ ആൻഡ് ബ്രോട്ട് അപ്പ്. ഞാൻ ജനിച്ചതും വളർന്നതും ഇന്ന സ്ഥലത്താണ്. എന്നിട്ട് നമ്മൾ ഐ ഡിഡ് മൈ സ്കൂളിംഗ്. എൻ്റെ സ്കൂളിംഗ്, എൻ്റെ വിദ്യാഭ്യാസം അത് എവിടെയാണ്? വേറെ സ്ഥലത്തായിരുന്നെങ്കിൽ ഐ ഡിഡ് മൈ സ്കൂളിംഗ് ഏത് സ്ഥലത്താണോ അതിനെ കുറിച്ച് പറയാം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഗ്രാജുവേഷൻ ഐ ഡിഡ് മൈ ഗ്രാജുവേഷൻ ഫ്രം ഏത് സ്ഥലമാണോ അത്, ഏത് കോളേജാണോ അത്, അതിനെ കുറിച്ച് പറയാം. ഇനി ഇത് കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും അഡീഷണൽ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അതിനെ കുറിച്ച് പറയാം. നേരത്തെ പറഞ്ഞില്ലേ, നസീമ പറഞ്ഞില്ല, ഐ ഹാവ് സ്പോർട്സ് പറഞ്ഞു, മറ്റേ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അതിനെക്കുറിച്ച് പറഞ്ഞല്ലോ. അതുപോലെ ഐ ആം എ ഡിപ്ലോമ ഹോൾഡർ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, അതിനെക്കുറിച്ച് വേണമെങ്കിൽ അതിൻ്റെ അകത്ത് പറയാം. അതിനുശേഷം നമ്മൾ പറയണം ഐ ഹാവ് എ വർക്കിംഗ് എക്സ്പീരിയൻസ് ഫോർ 2 years. എനിക്ക് 2 വർഷത്തെ വർക്കിംഗ് എക്സ്പീരിയൻസ് ഉണ്ട്. കറന്റ്ലി ഐ ആം ഡൂയിങ്, ഞാൻ ഇപ്പൊ എന്ത് ചെയ്യുകയാണ് എന്ന് പറയാം. ഐ ഹാവ് കീൻ ഇൻട്രസ്റ്റ് ഇൻ, ചിലപ്പോ നിങ്ങൾ ചിലപ്പോൾ നല്ലൊരു ക്ലാസിക്കൽ ഡാൻസർ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ നല്ലൊരു വേറെ ഏതെങ്കിലും ഒരു പെർഫോമൻസ്, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ കലാപരമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഐ ഹാവ് കീൻ ഇൻട്രസ്റ്റ് ഇൻ ക്ലാസിക്കൽ ഡാൻസ്, അല്ലെങ്കിൽ ഐ ആം വെരി കീൻ ഇൻട്രസ്റ്റ് ഇൻ ലൈറ്റ് മ്യൂസിക്. അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട ഫീൽഡുകൾ ഉണ്ടെങ്കിൽ ആ ഫീൽഡിനെ കുറിച്ച് പറയാം. അതൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട ഫീൽഡുകളാണ്, അല്ലെങ്കിൽ അതിൻ്റെ അകത്തൊക്കെ ഞാൻ എക്സ്പെർട്ട് ആണ്. അപ്പൊ അവർക്ക് തോന്നും കൊള്ളാം, ഈ ജോലിക്ക് ആ ക്വാളിറ്റിയും കൂടെ ഉള്ള ആളുകളാവുമ്പോൾ അത് നമ്മൾ തന്നെ ഒന്ന് എഴുതി ഭംഗിയായിട്ട് തയ്യാറാക്കി ഒരു 1/2 പേജിൽ വരാവുന്ന ഒരു വെടിക്കെട്ട് സാധനം നമ്മുടെ കയ്യിൽ വെച്ചിട്ട് നമ്മൾ അങ്ങോട്ട് കയറുന്നു. അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറയുമ്പോൾ നമ്മൾ അങ്ങോട്ട് തകർക്കുന്നു. അതിൻ്റെ അകത്ത് അവര് പറയണം ഓക്കെ കൊള്ളാം. അത് കഴിയുമ്പോൾ ഇന്റർവ്യൂകളിലേക്ക് മുഖത്തോട് മുഖം നോക്കിയിട്ട് ചിരിക്കുമ്പോൾ മനസ്സിലാവും ഓക്കെ അവർക്ക് ഇഷ്ടപ്പെട്ടു, കൊള്ളാലോ എന്നാണ് പറയണത്. അതെ, ആകാശത്തിന്റെ കീഴിലുള്ള എന്ത് വിഷയത്തെ കുറിച്ചും വേണമെങ്കിൽ ഇവർക്ക് ചോദിക്കാം. കുറെ കാര്യങ്ങൾ പറയാൻ വിട്ടുപോയി സാറേ. അത് എന്താന്നറിയോ, പെട്ടെന്ന് എന്നോട് ചോദിച്ചോണ്ടായിരുന്നു. ഫസ്റ്റ് ഞാൻ +1 പഠിക്കുന്ന സമയത്ത് കലാതിലകമായിട്ടുണ്ടായിരുന്നു. പോയി സാറേ പെട്ടെന്ന്. അതേപോലെ സ്പോർട്സില് +1 അല്ല 8ാം ക്ലാസ് മുതൽ +2 വരെ ജാവലിംഗ് ത്രോ, ഡിസ്കസ് ത്രോ, ഷോർട്ട് പുട്ട്, ഇത് 3 ഞാൻ തന്നെയായിരുന്നു ആ സ്കൂളിൽ ഫസ്റ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അത് പറഞ്ഞിട്ട് പോയി. ഇപ്പത്തെ ധൈര്യമായിട്ട് പറയാം. അപ്പൊ ഇപ്പൊ ഇതിനകത്ത് കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. അപ്പൊ നമ്മളിങ്ങനെ ഒരു പ്രാവശ്യം പറഞ്ഞു നോക്കുമ്പോഴാണ് നമുക്ക് വിട്ടുപോയ കാര്യങ്ങൾ ഇനി നിങ്ങളത് മറക്കൂല. കാരണം ഇപ്പൊ പഞ്ചായത്ത് കയറിയ സമയം കേരളോത്സവത്തിനും ഈ ജാവലിംഗും ഡിസ്കസ് അതിലൊക്കെ ഫസ്റ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ വെരി ഗുഡ് നസീമ, വെരി ഗുഡ്. യെസ്, ഇപ്പോഴും അത് മെയിൻറ്റെയിൻ ചെയ്യാനുണ്ടല്ലോ, അതാണ് എന്നെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യും. വെരി ഗുഡ്. ചില ആളുകൾ ഒരു ഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും വേണ്ട നോക്കി. അപ്പോ പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയൊക്കെ വേണ്ടത്, ഇനിയിപ്പോ എന്ത് പിള്ളേരായി അവരെ നോക്കാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് പോകും. നമ്മുടെ സന്തോഷങ്ങള്, നമ്മുടെ ഇഷ്ടങ്ങള്
ഒക്കെ ഇങ്ങോട്ട് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കും. ശരിക്കും പറയാൻ എനിക്ക് ഒരു ചാൻസ് കിട്ടിയപ്പോ എനിക്ക് വളരെ സന്തോഷം തോന്നി. ഞാൻ അതും ഒന്ന് പ്രാക്ടീസ് ചെയ്യാണ്ട് പോയിട്ടാണ് കളിച്ചത്. കാരണം നമ്മൾ ഇത്രയും വർഷത്തിന് ശേഷമാണല്ലോ അത് പിന്നെ പ്രാക്ടീസ് ഒന്നും ഇല്ലാണ്ട് പോയിട്ട് ഒന്നും ചെയ്യുന്നത്. നമ്മള് പിന്നെ സ്പോർട്സ് ഐറ്റംസ് 3 ഫസ്റ്റ് തന്നെ കിട്ടിയത് പഞ്ചായത്തിൽ ഒരുപാട് പേര് ആ ഒരു വെച്ചിട്ടാണ് ഓക്കെ, ഞാൻ വെരി അന്ന് ഗുഡ്, വെരി കളിച്ചത്. ഗുഡ്, കൺഗ്രാജുലേഷൻ. എന്നിട്ട് ഓക്കെ 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 ഓക്കെ. അപ്പോ ആ റിമാർക്കബിൾ ആയിട്ടുള്ള പ്രോഗ്രസ് എല്ലാം കാണിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ ആ ഇൻട്രൊഡക്ഷൻ പോകുന്നത്. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അവർക്ക് തോന്നണം ഈ കുട്ടിയെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾക്ക് ഈ കുട്ടിയെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. സ്പോർട്സ് മേഖലയിലോട്ട് പറ്റും, മറ്റേതിന് പറ്റും, ഇതിന് പറ്റും, അങ്ങനെ. അപ്പൊ അവർക്ക് തന്നെ ഒരു വെറൈറ്റി ഓഫ് പ്രോഗ്രാംസിന് വേണ്ടിയിട്ട് നിങ്ങൾ ഉപയോഗിക്കാൻ പറ്റുന്നത് നിങ്ങൾ ഒരിക്കലും സെലക്ട് ചെയ്യാതിരിക്കില്ല. അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട പ്രത്യേകത. അപ്പോ നിങ്ങളുടെ ആരുടെയും പ്രകടനം താഴേക്ക് വന്നില്ല, മെച്ചപ്പെട്ട പ്രകടനമായിരുന്നു. നിങ്ങളുടെ ഉള്ളില് അതിന്റെ ആ കാലിബർ ഉണ്ട്, അതൊന്ന് മിനുക്കി തേച്ചെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് സംഗതിയൊക്കെ നിങ്ങൾക്ക് പറ്റും, അതിനുള്ള ധൈര്യവും കോൺഫിഡൻസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒന്നൊന്ന് പോളിഷ് ചെയ്ത് ടച്ച് ചെയ്തെടുക്കണം. അത് കുറച്ച് നാളിങ്ങനെ പൊടി പിടിച്ചിട്ടിടുന്നതിന്റെ ചെറിയൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. സാർ അത് പറയട്ടെ, നമ്മളിപ്പോ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന, എപ്പോഴും നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ അതുപോലെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന വേർഡുകൾ, അതുകൊണ്ട് ഞങ്ങൾ തന്നെ ഇങ്ങനെ സംസാരിപ്പിച്ചിട്ട് ഇനി അങ്ങനെയാണല്ലോ പഠിപ്പിക്കേണ്ടത്. കാരണം ഇപ്പൊ അങ്ങനെ പറയുകയാണെങ്കിൽ പറഞ്ഞു പഠിക്കുകയാണെങ്കിൽ എന്തായാലും സംസാരിക്കാൻ പറ്റും. അല്ല എല്ലാവരും യൂസ് ചെയ്യുന്ന പോലെ ഓഫീസിൽ പോയി കഴിഞ്ഞാല് അങ്ങനെയുള്ള കാര്യങ്ങള് ഇതൊക്കെ ഇങ്ങനെ നമ്മൾ വീട്ടിൽ സംസാരിക്കുന്നത് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ നമുക്കത് സംസാരിക്കാൻ പറ്റും. ഓക്കെ ഓക്കെ. ഈ നസീമയുടെ മൂത്ത കുട്ടി എത്രല്ല പഠിക്കുന്നത്? അവൻ +2 പഠിക്കുന്ന മോന്. +2. രണ്ടാമത്തെയോ? രണ്ടാമത്തെ 9th മോളാണ്, മൂന്നാമത്തെ 7th മോന്. അപ്പൊ മതി. അപ്പൊ 7th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടിനോട് അപ്പൊ എന്ത് ഇടയ്ക്കിടയ്ക്ക് ഇംഗ്ലീഷിൽ തന്നെ പറയും. അതൊരു നമ്മൾ പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു ടെക്നിക്ക്. അവനോട് പറഞ്ഞ് ധാരണയിൽ വരിക. ഇനി നമ്മൾ തമ്മിൽ അടുക്കളയിൽ വരുമ്പോൾ ഇംഗ്ലീഷിലേ പറയുള്ളൂ, അല്ലെങ്കിൽ ഇന്ന കാര്യം നമ്മൾ ഇംഗ്ലീഷിൽ തന്നെ പറയുള്ളൂ എന്ന് പറയാം. തെറ്റിക്കോട്ടെ, നോ പ്രോബ്ലം, തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ അങ്ങനെ പറയാം. അപ്പൊ നമുക്ക് ആ ഒരു സംസാരിച്ച് നമുക്ക് സംസാരിക്കാനായിട്ടുള്ള ആ ഒരു ചലിപ്പില്ലേ, ആ ചലിപ്പ് അങ്ങോട്ട് മാറി. അതാണ് നമുക്കൊരു കോൺഫിഡൻസ് ഇല്ലാതെയാണ് സംസാരിക്കുക. ഇംഗ്ലീഷ് എപ്പോഴും നമുക്ക് അറിയാത്തോണ്ട് തെറ്റിപ്പോവെന്നുള്ളൊരു പേടിയാണല്ലോ. അതാണ് കാരണം ഇപ്പൊ ക്ലാസ് ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ട് വർഷങ്ങളായില്ലേ, 10-20 വർഷം 20 വർഷം ആവാറായി. അപ്പൊ അതിന്റെ ഇടയിൽ സംസാരിക്കില്ലേ. അപ്പൊ ഇപ്പൊ തോന്നുന്നില്ലേ നമ്മൾ ഇതൊക്കെ ഒന്ന് അനക്കി തട്ടി പൊടിയൊക്കെ തട്ടി എടുത്ത് നമുക്ക് പറ്റും എന്ന തോന്നൽ വന്നില്ലേ? എന്തായാലും പറ്റും. ഓക്കെ ഓക്കെ. നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കും എന്നുള്ള കാര്യം എനിക്കറിയാം. കാരണം നിങ്ങൾക്കൊക്കെ ഒരു ജോലി സംഘടിപ്പിക്കണം എന്നുള്ള ഒരു ആവശ്യമല്ല, ഒരു അത്യാവശ്യം പോലെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലുള്ളതിന്റെ പേരിൽ തീർച്ചയായിട്ടും അതിന് പറ്റും. എല്ലാ സപ്പോർട്ടുകളും ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുന്ന അധ്യാപകർ എന്നുള്ള രീതിയിൽ ഞാനും ഓഫർ ചെയ്യുന്നു. ഇന്നത്തെ നിങ്ങളുടെ പ്രകടനം മെച്ചപ്പെട്ട പ്രകടനമായിരുന്നു. അപ്പൊ നമ്മളിന്ന് ക്വസ്റ്റ്യൻ ടാഗ് തൊട്ടിട്ടില്ല. ക്വസ്റ്റ്യൻ ടാഗ് ഇവിടെ പ്ലേ ഇട്ടിട്ട് ആവശ്യത്തോടെ പോയില്ല. അപ്പൊ ഇത് കഴിഞ്ഞ് ശേഷം നമുക്ക് അടുത്ത ദിവസം വരുമ്പോൾ ക്വസ്റ്റ്യൻ ടാഗിനെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് പറയാം. സോ വിഷ് യു all the best and we will see in the next class. Okay sir, thank you. Good night. Thank you sir. Good night. Good night. Thank you, sir. Thank